കിഡ്സ്, സോ നമ്മളുടെ ടൈം ടേബിൾ ഒക്കെ വന്നു അല്ലേ. August 25 നമ്മളുടെ ഏത് എക്സാം വരുന്നത്? നമ്മളുടെ മാത്സ് എക്സാം വരുന്നത്. ഇനി കുറേ ദിവസങ്ങൾ ബാക്കിയുണ്ടോ? ഇല്ല, കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കട്ടെ. സോ ഈ ഒരു ക്ലാസ്സിൽ മിസ് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? നിങ്ങളുടെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ്, ഗുണന രീതികൾ അടിപൊളിയായിട്ട് സെറ്റാക്കി തരാൻ പോവാണ്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഉഷാറായിട്ട് പഠിക്കില്ലേ? യെസ്. അങ്ങനെയെങ്കിൽ ഈ ചാപ്റ്റർ മാത്രം മതിയോ? മൊത്തം ചാപ്റ്റർ പഠിക്കണം അല്ലേ? നമ്മളുടെ എജ്യൂപോർട്ടിന്റെ മക്കളൊക്കെ ഇന്നലെ പഠിച്ചു തുടങ്ങി കേട്ടോ. ഇന്നലെ മുതൽ അവർ ടൈം ടേബിൾ വെച്ച് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതിലൂടെ അറിയോ? നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ, ഓൺ എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. ഇതിലൂടെ അവർ കറക്റ്റ് ഇന്നലെ 2 ചാപ്റ്റേഴ്സ് അവർ പഠിച്ചു. ഇന്ന് വീഡിയോസ് ഇന്ന് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും. അങ്ങനെ പഠിച്ചു പോവാണ്. അപ്പൊ നിങ്ങളും ഓടിപ്പോയി ജോയിൻ ചെയ്യുക. ആരെങ്കിലും ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ എജ്യൂപോർട്ടിന്റെ മക്കൾ വേഗം എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം കേട്ടോ. നമ്മൾ ഈ ഓൺ എക്സാം കളറാക്കി സെറ്റാക്കാൻ പോവാണ്. സോ ഈ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസിൽ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ക്വയർ നമ്പേഴ്സ്, സമചതുര സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്ത്. എന്താണ് സ്ക്വയർ നമ്പേഴ്സ്, സമചതുര സംഖ്യകൾ എന്ന് പറയുന്നത്? ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്, ഗുണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? സമചതുര സംഖ്യകൾ. ഒന്നാമത്തെ സമചതുര സംഖ്യ എന്ന് പറഞ്ഞാൽ 1 × 1 1 ആയിരിക്കും. രണ്ടാമത്തെ സമചതുര സംഖ്യ എന്ന് പറഞ്ഞാൽ 2 × 2 4 ആയിരിക്കും. മൂന്നാമത്തെ സമചതുര സംഖ്യ എന്ന് പറഞ്ഞാൽ 3 × 3 9 ആയിരിക്കും. ഇങ്ങനെയാണ് സമചതുര സംഖ്യകൾ, സ്ക്വയർ നമ്പേഴ്സ് വരുന്നത്. ഈ 1 × 1 നമുക്ക് എങ്ങനെ എഴുതാന്നറിയോ? 1 തലയിൽ 2 എഴുതാം. 2 × 2 2 തലയിൽ 2 എഴുതാം. 3 × 3 3 തലയിൽ 2. 3 സ്ക്വയർന്നാ അത് വായിക്കുക. 2 സ്ക്വയർ, 1 സ്ക്വയർന്നാ വായിക്കുക. 1ന്റെ വർഗം, 2ന്റെ വർഗം, 3ന്റെ വർഗം എന്നാണ് വായിക്കുക. 4ന്റെ വർഗം, 5ന്റെ വർഗം, അങ്ങനെ പോകും. ഓക്കെ. അപ്പൊ ചില കുട്ടികൾ 3 സ്ക്വയർ കാണൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? 3 × 2 ചെയ്ത് വെക്കും, എന്നിട്ട് ആൻസർ ചെയ്തു. ഇത് പൊട്ടത്തെറ്റാ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 × 3 ആണ് ചെയ്യേണ്ടത്. ഇതാണ് ശരി. ഓക്കെ. അപ്പൊ നോക്ക്, നിങ്ങൾ ഈ ഒരു ഭാഗം പഠിക്കുന്നതിന് മുന്നേ എൻ്റെ മക്കള് ആലോചിച്ച് ഓർത്ത് വെക്കേണ്ട കാര്യം ഏതൊക്കെയാണെന്നറിയോ? 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് മക്കൾ എന്തായാലും കാണാതെ പഠിച്ചു വെക്കണേ. അപ്പം മക്കൾ എന്ത് ചെയ്യുക? ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് പൗസ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് പൗസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വന്നേ. യെസ്, പഠിച്ചു അല്ലേ? അങ്ങനെയെങ്കിൽ പഠിച്ചെങ്കിൽ ദാടാ നോക്കിയേ. ഫസ്റ്റ് നമുക്ക് ഇവിടെ നോക്ക്, ഒരു മഞ്ഞമുത്തുണ്ട് അല്ലെ. ഇവിടെ എന്തുണ്ട്? ഒരു മഞ്ഞമുത്തുണ്ട് അല്ലെ. അതായത് 1 എന്ന് പറയുമ്പോൾ ഇത് ഒന്നാമത്തെ സമചതുര സംഖ്യയാണിത് അല്ലെ. 1 എന്ന് പറയുന്ന ഒന്നാമത്തെ സമചതുര സംഖ്യയാണ്. ഇവിടെ ഒരു മഞ്ഞമുത്തും 3 ഓറഞ്ച് മുത്തും ഉണ്ട്. 1 3 എത്ര കിട്ടി? 4 ആണ് അല്ലെ. 4 ആണ്. അതായത് എന്താണ്? ഇത് രണ്ടാമത്തെ സമചതുര സംഖ്യയാണ് അല്ലെ. ഇനി നോക്ക്, ഒരു മഞ്ഞമുത്ത്, 3 ഓറഞ്ച് മുത്ത്, 5 എത്രയുണ്ട്? പച്ചമുത്ത്. എത്ര കിട്ടും? ആകെ 9 കിട്ടും അല്ലെ. 9 എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ സമചതുര സംഖ്യയാണ്. ഓക്കെ. ഇനി അടുത്ത നോക്കിയാടാ, ഒരു മഞ്ഞമുത്തുണ്ട്, 3 ഓറഞ്ച് മുത്തുണ്ട്, 5 പച്ചമുത്തുണ്ട്, ആൻഡ് 7 വയലറ്റ് മുത്തുണ്ട് അല്ലെ. 1 2 3 4 5 6 7 വയലറ്റ് മുത്തുണ്ട്. ഇത് കൂട്ടിയാൽ എത്ര കിട്ടും? ഇത് കൂട്ടിയാൽ നമുക്ക് 16 കിട്ടും. 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നാലാമത്തെ സമചതുര സംഖ്യയാണ് അല്ലെ. അപ്പൊ ഇവിടെ കൂട്ടിയ നമ്പേഴ്സ് ഒന്ന് മക്കൾ നോക്കിയേ. കൂട്ടിയ നമ്പേഴ്സ് എന്താണ്? 1 3 5 7 എന്ന് പറയുന്നത് എന്താണ്? ഇത് ഒറ്റ സംഖ്യകളാണ്, ഓഡ് നമ്പേഴ്സ് ആണ്. അതായത് സമചതുര സംഖ്യ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ നമ്പേഴ്സ് കിട്ടാൻ ഒന്നാമത്തെ സ്ക്വയർ നമ്പർ കിട്ടാൻ ഒന്നാമത്തെ സ്ക്വയർ നോക്കിയാൽ മതി. രണ്ടാമത്തെ സ്ക്വയർ നമ്പർ കിട്ടാൻ ആദ്യത്തെ 2 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാൽ മതി. മൂന്നാമത്തെ സ്ക്വയർ നമ്പർ കിട്ടാൻ ആദ്യത്തെ 3 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാൽ മതി. അപ്പൊ ഞാൻ ചോദിക്കുകയാണെ, പത്താമത്തെ സ്ക്വയർ നമ്പർ ആയിട്ടുള്ള നമ്മളുടെ 100 കിട്ടാൻ എത്ര ഓഡ് നമ്പേഴ്സ് കൂട്ടേണ്ടി വരും? 10 ഓഡ് നമ്പർ കൂട്ടേണ്ടി വരും അല്ലെ. അപ്പൊ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കുക, 10 ഓഡ് നമ്പർ കൂട്ടേണ്ടി വരും. ഓക്കെ. പത്താമത്തെ സ്ക്വയർ നമ്പർ 100 കിട്ടാൻ 10 ഓഡ് നമ്പേഴ്സ് കൂട്ടേണ്ടി വരും. അതുപോലെ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, അങ്ങനെയെങ്കിൽ 10 ഓഡ് നമ്പർ അല്ലേ കൂട്ടുന്നത്? അങ്ങനെയെങ്കിൽ 10ാമത്തെ ഓഡ് നമ്പർ എത്ര? നോക്ക്, 10ാമത്തെ ഓഡ് നമ്പർ, അതായത് അവസാനമായിട്ട് കൂട്ടുന്നത്. നമുക്ക് ഇവിടെ 2 ഓഡ് നമ്പേഴ്സാ, അതായത് രണ്ടാമത്തെ ഓഡ് നമ്പർ എത്ര? ഇവിടെ 3 ഓഡ് നമ്പേഴ്സാ, മൂന്നാമത്തെ ഓഡ് നമ്പർ എത്ര? 4 ഓഡ് നമ്പേഴ്സാ, നാലാമത്തെ ഓഡ് നമ്പർ എത്ര? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഒന്നാമത്തെ ഓഡ് നമ്പർ കിട്ടാൻ 1നെ 2 കൊണ്ട് ഗുണിക്കാം.
രണ്ടിൽ നിന്നും 1 കുറയ്ക്കുക, 1 തന്നെ. ഇനി രണ്ടാമത്തെ ഓഡ് നമ്പർ കിട്ടാൻ 2നെ 2 കൊണ്ട് ഗുണിക്കുക, 4 കിട്ടും. 4ൽ നിന്നും 1 കുറയ്ക്കുന്നു, 3 കിട്ടിയില്ലേ. ഇനി അടുത്തത് മൂന്നാമത്തെ ഓഡ് നമ്പർ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മൂന്നാമത്തെ ഓഡ് നമ്പർ ആണെങ്കിൽ 3നെ എന്തുകൊണ്ട് ഗുണിക്കുക? 2 കൊണ്ട് ഗുണിക്കുക, 6. 6ൽ നിന്നും 1 കുറയ്ക്കുന്നു, 5 ആയിരിക്കും. നമുക്ക് 5 കിട്ടിയില്ലേ. ഇനി നാലാമത്തെ ഓഡ് നമ്പർ 7 കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 4നെ 2 കൊണ്ട് ഗുണിക്കുന്നു, 8 ആണ്. 8ൽ നിന്നും 1 കുറയ്ക്കുന്നു, 7 കിട്ടിയില്ലേ. ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും 100% ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഇത്. എങ്ങനെയാ ചോദിക്കാന്നറിയോ? ദാ ഇതുപോലെ ആയിരിക്കും. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ലൈക്ക് 1, 3, 5 ആർ ടു ബി ആഡഡ് ടു ഗെറ്റ് 400? 400 കിട്ടണമെങ്കിൽ എത്ര ഇങ്ങനത്തെ ഒറ്റസംഖ്യകൾ കൂട്ടണം? എത്ര ഒറ്റസംഖ്യകൾ കൂട്ടണം? നമുക്കറിയാം 400 എന്ന് പറഞ്ഞാൽ എന്താണ്? 400 എന്ന് പറയുന്നത് 20ന്റെ വർഗ്ഗമാണ് അല്ലെ? നിങ്ങൾ നോക്ക്, 20 × 20 അല്ലേ 400? 20 × 20 അല്ലേ 400? അപ്പൊ 400 എന്ന് പറഞ്ഞാൽ 20ാമത്തെ സമചതുരസംഖ്യയാണ്, 20ാമത്തെ സ്ക്വയർ നമ്പർ ആണ്. അങ്ങനെയെങ്കിൽ എത്ര ഓഡ് നമ്പർ കൂട്ടണം? 20ാമത്തെ സ്ക്വയർ നമ്പർ കിട്ടണമെങ്കിൽ 20 ഓഡ് നമ്പർ കൂട്ടണം അല്ലെ? അങ്ങനെയെങ്കിൽ വിച്ച് ഈസ് ദ ലാസ്റ്റ് ഓഡ് നമ്പർ ആഡഡ് ഇൻ ദിസ്? അതായത് 20 ഓഡ് നമ്പേഴ്സ് കൂട്ടണം. അങ്ങനെയെങ്കിൽ അവസാനം കൂട്ടുന്ന ഓഡ് നമ്പർ ഏത്? അതായത് ലാസ്റ്റ് ഓഡ് നമ്പർ, 20ാമത്തെ ഓഡ് നമ്പർ ഏത് എന്നാണ് ചോദിച്ചത്. എന്ത് ചെയ്താൽ മതി? 20 നമ്മൾ 2 കൊണ്ട് ഗുണിക്കും അല്ലെ? അതായത് 40 ആയിരിക്കും. ഈ 40ൽ നിന്നും 1 കുറയ്ക്കും, എത്രയാണ്? 39 ആയിരിക്കും. സിമ്പിൾ അല്ലേ? അപ്പൊ ഈ രീതിയിലാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഉഷാറായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരുപാട് വീഡിയോസ് കാണണം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓടിപ്പോയിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. എല്ലാ ദിവസവും ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ നിങ്ങൾ ഒഴിവാക്കി വിടണ്ട, ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചോ. ഓക്കെ സെറ്റ്. അപ്പോൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കുക. നമ്മൾ മറ്റൊരു വീഡിയോവുമായി കാണും. അതുവരേക്കും ബൈ.